കേന്ദ്ര സർക്കാർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കായിട്ട് പുതിയ AI ബന്ധപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാന മാറ്റം എന്ന് പറയുന്നത് സർക്കാർ ആവശ്യപ്പെട്ടാൽ പ്രശ്നമുള്ള ഉള്ളടക്കം, അതായത് പ്രോബ്ലമാറ്റിക് കണ്ടന്റ് 3 മണിക്കൂറിനകം നീക്കണം എന്നാണ് പുതിയ നിയമപ്രകാരം പറയുന്നത്. ഇത് മുമ്പ് 36 മണിക്കൂറായിരുന്നു. ഇപ്പോൾ ഈ സമയം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് തരം ഉള്ളടക്കമാണ് ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ് ഫേക്ക് വീഡിയോകൾ, AI ഉപയോഗിച്ച് സൃഷ്ടിച്ച തെറ്റായ ചിത്രങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ, ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന ഉള്ളടക്കം. കാരണമായിട്ട് ഗവൺമെന്റ് പറഞ്ഞത് ട്വിറ്ററിലെ ഗ്രോക്ക് XAI ഉപയോഗിച്ച് നടത്തിയ ചില എഡിറ്റ്സുകളാണ് ഈ ഒരു മാറ്റത്തിന് പ്രധാന കാരണം. അതായത് ഒരാളെ പറ്റി അപകീർത്തിപരമായിട്ടുള്ള ഒരു കണ്ടന്റ് ഗ്രോക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 36 മണിക്കൂർ കൊണ്ട് അത് വൈറൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആ 36 മണിക്കൂർ കൊണ്ട് ഒരാളുടെ റെപ്യൂട്ടേഷന് ഉണ്ടാവാനുള്ള ഡാമേജ് മുഴുവൻ ഉണ്ടായി കഴിയും. സോ 36 മണിക്കൂർ സമയം കൊടുക്കുന്നത് ശരിയല്ല. അത് കറക്റ്റുമാണ്. കാരണം 36 മണിക്കൂർ ഒരു കണ്ടന്റ് ഈസി ആയിട്ട് വൈറലാവും. ജനുവരിയിൽ കേന്ദ്ര ഗവൺമെന്റ് എക്സിന് വൾഗർ അല്ലെങ്കിൽ ഒബ്സീൻ ആൻഡ് അൺലോഫുൾ സീൻ അല്ലെങ്കിൽ കണ്ടന്റിന് നോട്ടീസ് അയച്ചിരുന്നു. ഇതിൽ കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും വൾഗർ ഇമേജസ് ഗ്രോക്ക് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതായിട്ട് കണ്ടു. അപ്പൊ ഇത് പ്രകാരം 72 മണിക്കൂറിനുള്ളിൽ ആക്ഷൻ എടുക്കണം എന്നാണ് ഗവൺമെന്റ് എക്സിനോട് പറഞ്ഞത്. പിന്നെ എക്സ് തന്നെ, ട്വിറ്റർ തന്നെ ഇക്കാര്യം സമ്മതിച്ചു. എന്നാൽ 3500ഓളം കണ്ടന്റ് ആണ് അവര് നീക്കേണ്ടി വന്നത്. കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും വൾഗറായിട്ടുള്ള പിക്ചേഴ്സും അതുപോലെ വീഡിയോസും കണ്ടന്റും മാറ്റിയതും. അതുകൂടാതെ ഏകദേശം 600ഓളം അക്കൗണ്ട് ഗവൺമെന്റിന്റെ ഓർഡർ വന്നതിന് ശേഷം ഇന്ത്യൻ ട്വിറ്ററിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇത്തരത്തിലുള്ള കണ്ടന്റ് വേഗം നീക്കം ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കാരണം അത്രയും നേരം, അതായത് ഇപ്പോൾ ഒരാളുടെ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഈ AI ഉപയോഗിച്ച് എങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ നമ്മളിപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിലൂടെയൊക്കെ കാണുന്നതാണ്. സോ അത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ളവ വേഗം നീക്കം ചെയ്യണം എന്ന് സർക്കാർ പറയുന്നതിൽ കാര്യമുണ്ട്. പിന്നെ AI ഉപയോഗിച്ച് സൃഷ്ടിച്ച ഉള്ളടക്കമാണെങ്കിൽ അത് AI ജനറേറ്റഡ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കണമെന്നാണ് പുതിയ നിയമം. സർക്കാർ ഇത് പറയുന്നത് ഡീപ് ഫേക്ക് അതുപോലെ തെറ്റായ വിവരങ്ങൾ വേഗത്തിൽ പടരുന്നു. അതിനാൽ ഉടൻ നടപടി വേണം. ആളുകളുടെ സുരക്ഷയ്ക്കും അതുപോലെ സമൂഹത്തിന്റെ സ്ഥിരതയ്ക്കും ഇത് അത്യാവശ്യമാണ്. ടെക് കമ്പനികളുടെ ആശങ്ക എന്ന് പറയുന്നത് 3 മണിക്കൂറിനകം ഉള്ളടക്കം കണ്ടെത്തി നീക്കം ചെയ്യുന്നത് പ്രായോഗികമാണോ എന്നാണ് അവരുടെ ചോദ്യം. അതിവേഗ നീക്കം ചെയ്യൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നത്. അത് കുട്ടികളുടെയും സ്ത്രീകളുടെയും വൾഗർ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, സർക്കാർ പറയുന്നത് വേഗത്തിൽ നടപടി വേണം എന്നാണ്. ഈ IT നിയമ ഭേദഗതിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.